ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയ കൂട്ടുകാരെ, 50 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. പതിവ് പോലെ മാംസാഹാരം മാത്രം ഒഴിവാക്കുന്ന, മറ്റ് ലഹരി വസ്തുക്കൾ കുറച്ച് ദിവസത്തേക്ക് വർജിക്കുന്ന നോമ്പായി മാറാതെ ഒരു വെറൈറ്റി നോമ്പായാലോ ഈ വർഷം? ഈ വെറൈറ്റി നോമ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് നസ്രായൻ്റെ പെണ്ണെന്ന പേരിൽ അറിയപ്പെടുന്ന ആൻമരിയ ക്രിസ്റ്റീനയാണ്. ഈ സഹോദരിയെക്കുറിച്ച് മുമ്പ് ചെയ്ത ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ ചേച്ചി വാട്സപ്പിൽ എല്ലാവർക്കുമായി ഷെയർ ചെയ്ത ഒരു മെസ്സേജാണിത്. വായിച്ചപ്പോൾ ഈ വെറൈറ്റി നോമ്പ് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പങ്കുവയ്ക്കുന്നത് നിങ്ങളോടാണ്. നിങ്ങൾക്കും ഇത് കേട്ടിട്ട് ഇഷ്ടമായാൽ ഇത്തവണത്തെ നോമ്പുകാലം നമുക്ക് ഇത്തരത്തിൽ ഒന്ന് ഫോളോ ചെയ്യാം. അനുദിന പരിശുദ്ധ കുർബാനയിലെ ഭാഗഭാഗിത്വവും തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കലുമൊക്കെ ചെയ്യുന്നതോടൊപ്പം 10 ചെറിയ കാര്യങ്ങൾ 50 ദിവസങ്ങളിൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കാം എന്നാണ് ആൻമരിയ പറയുന്നത്. ഈ 50 ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന 10 കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത്, എല്ലാ ദിവസവും രാവിലെ ഈശോയോട് ഈശോയെ ഗുഡ് മോർണിംഗ്, അതുപോലെ രാത്രിയാകുമ്പം ഈശോയെ ഗുഡ് നൈറ്റ് എന്ന് പറയുക. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലേ? വളരെ സിമ്പിളാണ്, നമുക്ക് മറന്നു പോകാതെ ചെയ്യാവുന്ന കാര്യമാണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈശോയ്ക്ക് ഒരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് കിടക്കുക. പിന്നെ 15 മിനിറ്റ് ഈശോയുടെ അടുത്തിരുന്ന് ഓരോ ദിവസത്തെയും മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞങ്ങ് കേൾപ്പിക്കണം. അത് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി രാവിലെ മുതൽ അന്ന് വൈകുന്നേരം കിടക്കാൻ പോകുന്നത് വരെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു സുഹൃത്തിനോട് എന്നതുപോലെ ഈശോയെ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക ഈ 50 ദിവസവും. അതും നമ്മൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമതായിട്ട് ചെയ്യാൻ പറയുന്നത്, ദിവസവും 50 തവണ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇതും സിമ്പിളായ കാര്യമാണ്, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തേത്, ഒരു ദൈവവചനം വീതം ഒരു ദിവസം പഠിക്കാൻ സാധിക്കുന്നവർ ശ്രമിക്കുക. എത്ര വചനമാണ്? ഒരു വചനം വെച്ച് നമ്മൾ ദിവസവും ഒന്നും കാണാതെ പഠിച്ചാൽ മതി. ഇനി അതിന് പറ്റാത്തവരുണ്ടെങ്കിൽ, പ്രായമായ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ ഓർമ്മയൊന്നും അത്ര നിലനിൽക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ 10 ദൈവവചനമെങ്കിലും 50 ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് മനഃപ്പാഠമാക്കുക. 50 ദിവസം എടുത്ത് ഒരു 10 വചനമെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ഇതും എനിക്ക് തോന്നുന്നു നമ്മളേറെ പേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്തത്, നാലാമതായിട്ട്, എല്ലാ ദിവസവും ഒരാളോട് നേരിട്ടോ മൊബൈൽ സന്ദേശമായോ ഫോൺ കോൾ വഴിയോ ഈശോ സ്നേഹമാണ്, ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇതും ലളിതമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, നമുക്കെല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഈശോയുടെ എന്തെങ്കിലുമൊക്കെ കൊച്ചു വീഡിയോകളോ അല്ലെങ്കിൽ വചനമോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോഴൊക്കെ ആ ഫോൺ സംഭാഷണത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈശോ തന്ന അനുഗ്രഹത്തെക്കുറിച്ചോ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് പറ്റാത്തവർ ഒരു മോർണിംഗ് പ്രെയറോ അല്ലെങ്കിൽ നല്ലൊരു ദൈവവചനോ അല്ലെങ്കിൽ ഈശോയുടെ ഒരു പാട്ടോ എന്തെങ്കിലുമൊക്കെ ഒരാൾക്കെങ്കിലും ഈ 50 ദിവസവും ഒരാളിലേക്കെങ്കിലും ഈശോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വാട്സപ്പൊക്കെ ഉണ്ട്. വാട്സപ്പിൽ നമുക്ക് നല്ല കാണുന്ന വീഡിയോസൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാം കൂട്ടുകാർക്ക്. അങ്ങനെ ഈശോയുടെ സ്നേഹം ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി 5ാമതായിട്ട് പറയുന്നത്, ഏതെങ്കിലും ഒരു സങ്കടം ഉണ്ടായെങ്കിൽ ഒരു ദിവസത്തേക്ക് അത് ഈശോയോട് മാത്രം പറഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങും മുമ്പ് ഈശോയ്ക്കൊരു ഉമ്മ നൽകുക. സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി എന്നാണ് കേട്ടോ ചേച്ചി പറയുന്നത്. അതായത് നമ്മൾ മനുഷ്യരാണ്, നമുക്കൊക്കെ ഏതെങ്കിലുമൊക്കെ സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? കൂടെയുള്ള കൂട്ടുകാരോടോ വീട്ടിലുള്ളവരോടോ ജീവിത പങ്കാളിയോടോ മക്കളോടോ ഒക്കെ നമ്മളത് പറയാറുണ്ട്. എന്നാൽ ഈ 50 ദിവസം മറ്റൊരാളോടും നമ്മളത് ഷെയർ ചെയ്യാതെ നമ്മുടെ ഈശോയോട് മാത്രം നിങ്ങൾ പറയുക. എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈശോയ്ക്കൊരു ഉമ്മയും കൂടി അങ്ങ് കൊടുത്തേക്കുക.
പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോടെങ്കിലും ആ ഒരു സങ്കടം ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന ആ വിഷമം ഈശോയോട് മാത്രം പറയുക. അടുത്തത് 6-മതായിട്ട് പറയുന്നത്, ആരോടും കോപിക്കാതിരിക്കാൻ ഈ ദിനങ്ങളിൽ പരിശ്രമിക്കുക. അതിച്ചിരി പാടുള്ള കാര്യമായിരിക്കാം. നമുക്കൊക്കെ ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ്, കോപിക്കുന്നവരാണ്. അപ്പോൾ ഈ 50 ദിവസങ്ങളിൽ അതൊന്ന് നമുക്ക് ഒന്ന് പരിശ്രമിക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ദേഷ്യം വരുന്ന സമയത്ത് ആ ദേഷ്യം ഒന്ന് അടക്കി പിടിക്കാനും ദേഷ്യപ്പെടാതിരിക്കാനും മക്കളോടോ ജീവിത പങ്കാളിയോടോ ഒക്കെ ആകട്ടെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് ഈ 50 ദിവസങ്ങളിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം. ഇനി 7, ആരെയും കുറ്റം പറയാതെയും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേൾക്കാതെയും ആയിരിക്കാൻ പരിശ്രമിക്കുക. ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളൊക്കെ എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് പുറകെ നടക്കുന്നവരാണ്, അത് പറയുന്നവരുമാണ്. അപ്പം ഈ ദിവസങ്ങളിൽ, ഈ 50 ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കാനും, ഇനി ആരെങ്കിലും നമ്മുടെ അടുത്ത് മറ്റൊരാളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു വരുമ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് മാറി പോകാനും ഒക്കെ ആയിട്ടൊന്ന് പരിശ്രമിക്കാം. ഇനി 8, ഏതെങ്കിലും സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന മുഴുവൻ സമയത്തിൽ നിന്ന് 30 മിനിറ്റ് കുറച്ച് ആ സമയത്ത് വിശുദ്ധ ബൈബിൾ വായിക്കുക. ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റാൽ കിടക്കുന്നത് വരെയുള്ള സമയത്ത് ഒരുപാട് സമയം മൊബൈലിൽ നമ്മൾ ചെലവഴിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പായി, ഫേസ്ബുക്കായി, ഇൻസ്റ്റാഗ്രാമായി, അങ്ങനെ എപ്പോഴും തന്നെ ഈ മൊബൈലിൽ നോക്കിയിരിപ്പാണ്. അതിൽ നിന്ന് അത് ഉപയോഗിക്കണ്ട എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എല്ലാ ദിവസവും ആ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ബൈബിൾ വായിക്കാനായിട്ട് അതിനായിട്ട് സമയം കണ്ടെത്താം. നമ്മുടെ ഡാനിയേലച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നിയോഗം വെച്ച് ഒരു 3 മാസത്തേക്ക് ദിവസത്തിൽ ഒരു അരമണിക്കൂർ വെച്ച് 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ബൈബിൾ വായിക്കും മക്കളെ എന്ന് ഡാനിയേലച്ചൻ പറയാറുണ്ട്. അങ്ങനെ വായിച്ചാൽ ഏത് കാര്യവും ഏത് തടസ്സവും മാറിക്കിട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുമെന്ന്. അച്ഛൻ്റെ ഈ വെല്ലുവിളി ഞാനും ഒരു ദിവസം ഏറ്റെടുത്തു. ഇങ്ങനെ അരമണിക്കൂർ വെച്ച് നിയോഗം വെച്ച് 3 മാസത്തേക്ക് ബൈബിൾ വായിച്ചു. ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടി കേട്ടോ. അത് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ എൻ്റെ അമ്മയും 3 മാസം ഇങ്ങനെ നിയോഗം വെച്ച് ബൈബിൾ വായിച്ച് അമ്മയും അമ്മയുടെ നിയോഗം സാധിച്ചു കിട്ടിയത് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് ഒരു അരമണിക്കൂർ ബൈബിൾ വായിക്കാവുന്നതാണ്. ഇനി 9-ാമത്തെ കാര്യം, നാളുകളായി സംസാരിക്കാതെ പിണങ്ങിക്കഴിയുന്ന ഏതെങ്കിലും വ്യക്തിയോട് ഫോണിലോ നേരിട്ടോ സ്നേഹത്തോടെ സംസാരിക്കുക. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം, പിണങ്ങിയിരിക്കുന്ന ഒരാളോട് പോയി രമ്യതയിൽ ആകുക എന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പേരോട് പിണക്കമുണ്ടായിരിക്കാം. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങളുടെ പിണക്കമൊക്കെ മാറ്റി ഒന്ന് സ്നേഹത്തിലാകാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഈ 50 ദിവസത്തിന്. ഇനി 10-മതായിട്ട്, ഹൃദയത്തിൽ അകൽച്ചയുള്ള ഏതെങ്കിലും വ്യക്തിയുടെ കുടുംബത്തെ വ്യക്തിപരമായോ കുടുംബമായോ സന്ദർശിക്കുക. ഇതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരാളുടെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക എന്നതൊക്കെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ പറ്റുന്നവരൊക്കെ ഹൃദയത്തിൽ അകൽച്ചയുള്ള ഏതെങ്കിലും വ്യക്തിയുടെ കുടുംബത്തെ വ്യക്തിപരമായോ കുടുംബമായോ ഒക്കെ സന്ദർശിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ നോമ്പ് കാലം നമുക്ക് യേശു അനുഭവമായി മാറും. എല്ലാവരിലും ഈശോയുടെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഇതോടൊപ്പം ഞാനൊരു 2-3 കാര്യം കൂടി പറയാം കേട്ടോ. നമ്മൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, എല്ലാ ദിവസവും നിങ്ങളിപ്പോൾ 2 മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ നോമ്പ് കാലത്ത് ഒരു അരമണിക്കൂറും കൂടെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക. പിന്നെ ബൈബിൾ വായിക്കുന്നതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ കുമ്പസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ പാവങ്ങളെ സഹായിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. ഒരുപാട് ഒന്നും വേണ്ട, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെറിയ സഹായങ്ങളാണെങ്കിലും പാവങ്ങളെ സഹായിക്കാനായിട്ട് ശ്രമിക്കണം.
പിന്നെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഈ 50 ദിവസവും പറ്റുന്നവരൊക്കെ മുടങ്ങാതെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാക്കി മാറ്റാം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 6-9 തിരുവചനം. ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.